ഹായ് ഹലോ എല്ലാവർക്കും DD സയൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് വെറുതെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ വെറുതെ ഒന്ന് വെളിയിലൊക്കെ ഇറങ്ങി നടന്നു. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റായിരുന്നു. അങ്ങനെ കട്ടനൊക്കെ ഇട്ട് വെച്ചു. ഇന്ന് കാപ്പി ഇഡലിയാണ്. അപ്പോൾ അടുപ്പിലെ ഇഡലിക്കൊക്കെ വെച്ച ശേഷം ഈ മണി പ്ലാന്റിൻ്റെ കുറച്ച് നാളായി അതിൻ്റെ ഇലയൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് മഞ്ഞ ഇലയൊക്കെ എടുത്ത് മാറ്റാനും അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. വീട്ടിലെ ഏകദേശം ജോലിയെല്ലാം ആയതിനു ശേഷം നമ്മളെ വീട്ടിന് തൊട്ടടുത്ത് തന്നെ പാല് കാച്ചുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാല് കാച്ചിന് നമ്മളെല്ലാവരും കൂടെ പോയി അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് വന്നത്. അബിക്കുട്ട എന്തിനോ പിണങ്ങി വന്ന് നിൽക്കുന്നതാണ്. എന്തോ ഓടാനെന്തോ സമ്മതിക്കാത്തതിന് എന്തോ ആണ്. അങ്ങനെ കരഞ്ഞ് പിണങ്ങി നിൽക്കുന്നതാണ്. ഈ വീഡിയോ എടുക്കുന്നത് നന്ദൂസാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ വന്നായിരുന്നു. നമ്മുടെ ചാരൂസും കൂടെയാണ് വന്നത്. അങ്ങനെ അപ്പൂപ്പനും മോളും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ ചാരുവിൻ്റെ എക്സ്പ്രഷൻ, അവൾക്ക് ചിരി വന്നിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇരുന്നവിടെ. ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പിടിച്ച് വാങ്ങിച്ചു അത്. എന്നിട്ട് അവൾ അപ്പാപ്പനെ പരിശോധിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മ അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട് എന്നിട്ട് അങ്ങനെ അടുത്തതുപോലെ തന്നെ അമ്മയും പരിശോധിക്കാൻ തുടങ്ങി അവൾ. നന്ദൂസ് അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ടായിരുന്നു, കളറൊക്കെ എടുത്ത് വെച്ചിട്ട്. അങ്ങനെ അവൾക്ക് പുതിയ പൗച്ച് വാങ്ങിച്ച. അപ്പോൾ പുതിയ പൗച്ച് ചാരുവിനെ കാണിക്കണമല്ലോ, അതുകൊണ്ട് അതെല്ലാം എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് സ്കെച്ചെല്ലാം പറക്കി വെച്ചിട്ട് കളിക്കുന്നതാണ്, വരച്ച് കാണിക്കുന്നതാണ്. കുറേ നേരം അങ്ങനെ പരിശോധനകൾ നടന്നു. ശേഷം രണ്ടുപേരും കൂടെ ബോളൊക്കെ കളിച്ചു. ഈ സമയത്ത് അബിക്കുട്ട ഇല്ലായിരുന്നു. അബി ട്യൂഷന് പോയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ചാരുവൊക്കെ വന്നത്. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ സമയം പോയി. പിന്നെ അച്ഛനും അമ്മയൊക്കെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. എന്നിട്ട് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പോകാൻ ഇറങ്ങി. നമ്മളപ്പോൾ അമ്മ അച്ഛനും ചാരൂസും പോകാനിറങ്ങി. അങ്ങനെ തേറ്റയൊക്കെ പറഞ്ഞിറങ്ങിയാണ്. ഇപ്പം 2 ദിവസം ഉമ്മ എടുക്കാനായി പോയിട്ട് തിരിച്ച് കയറിപ്പോയെങ്കിലും അങ്ങനെ അവൾ ഉമ്മയും കാത്തു നിൽക്കുകയാണ്. ചാരു പോകുന്നില്ല എന്ന് പറഞ്ഞ് നിന്നതാണ്. എന്നിട്ട് സമയമായപ്പോഴത്തേക്ക് അമ്മയൊക്കെ പോകാനിറങ്ങിയപ്പോഴത്തേക്ക് ചാടി ഫ്രണ്ടിലേ ഇറങ്ങി അവൾ. അങ്ങനത്തെ ചാരൂസും നന്ദൂസും ഉമ്മയൊക്കെ കൊടുത്ത് തിരിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നന്ദു ഭയങ്കര എന്താ പറയുക, പാവമായിട്ടുള്ളൊരു കുട്ടിയായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലേക്ക് പോയി. പിന്നെ വൈകിട്ട് ആവാറായപ്പോഴത്തേക്ക് അബിക്കുട്ടനൊക്കെ കാവടി കാണാൻ പോയിരുന്നു. കാവടി കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിക്കൊണ്ട് വന്ന ബലൂണാണിത്, ഹൈഡ്രജൻ ബലൂണ്. അപ്പം അങ്ങനെ വെളിയിലിറങ്ങി കളിക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വെളിയിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പറത്തിയൊക്കെ കളിച്ച അവസാനം അബിക്കുട്ടൻ്റെ ബലൂണ് നമ്മുടെ ആ കാറിൻ്റെ വീലുണ്ടല്ലോ, കമ്പി അതിൽ കയറിക്കൊണ്ടിട്ട്
പൊട്ടിയായിരുന്നു. ആ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിങ്ങനെ പറന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം അത് നോക്കി ഷൂട്ടൊക്കെ ചെയ്ത് അങ്ങനെ നിന്നു. കണ്ടോ? അത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കാണാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നു. കണ്ടോ? അങ്ങനെ ശേഷം നന്ദൂസിൻ്റെ ബലൂണും പൊട്ടി കേട്ടോ. അകത്ത് നമ്മുടെ ഫാന് കൊണ്ടിട്ട് അതിൻ്റെ കയറ് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഫാൻ ഇട്ടപ്പോഴത്തേക്ക് അമ്മ വന്ന് ഫാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അറിഞ്ഞില്ല അത് പൊട്ടി മുകളിൽ നിൽക്കുന്ന കാര്യം. അങ്ങനെ അവളുടേതും പൊട്ടിയായിരുന്നു. പിന്നെ വേറെ വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അങ്ങനെ അവളുടെ പിണക്കമൊക്കെ മാറ്റി. പിറ്റേ ദിവസം എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വന്നിറങ്ങിയ പാടെ കണ്ടത് ശ്രീകുട്ടിയും ദേവസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞാൻ വെച്ച് എന്തായാലും വീഡിയോസ് എടുക്കാമെന്ന്. അങ്ങനെ അപ്പോഴേക്കും മോനും സ്കൂളിൽ പോകാൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവന് എക്സാമാണ്. അതിൻ്റെ ഡാൻസ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കുറേ നേരം നിന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും കിട്ടുന്നതല്ല, വല്ലപ്പോഴേക്കാണ് എല്ലാവരും കൂടെ ഒത്ത് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും മാമി അപ്പുറത്തെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും പേരും മോന് കളിച്ചതിൻ്റെ ബാലൻസ് ഡാൻസ് നന്ദൂസും കളിച്ച് തുടങ്ങി. പിന്നെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ദേവുവിനും എവിടെ പോകണമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുത്തില്ല. ചാരുമോള് നഴ്സറി പോയിരിക്കുകയായിരുന്നു. അവൾ വന്ന ശേഷം മേലൊക്കെ കഴുകിയ ശേഷമാണ് അവളുടെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തേക്കും ഞാൻ പോകാൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ നന്ദൂസും ചാരുവും തമ്മിലുള്ള സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് പയ്യെ നമ്മൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ വന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ വന്നു. ഇത് വന്നതല്ല, വരുത്തിച്ചതാണ്. അബിക്കുട്ടൻ ബാക്കിൽ നമ്മുടെ ബാക്ക് സൈഡിൽ കൂടെ അപ്പുറത്തെ വശത്തെ റോഡിൽ കൂടെ പോവുകയായിരുന്നു. അവരെ അവിടെ കിടന്ന് കൂക്കി വിളിച്ച് അവർക്ക് വഴി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഈ സൈഡ് വഴി വന്നതാണ്. ഇത് 2-3 ചെറുക്കൻ. ഇത് പള്ളിയിൽ നിന്നൊന്നും വന്നതല്ല, അല്ലാതെ ഈ ഗ്യാങ്ങായിട്ട് പിള്ളേർ സെറ്റുകൾ വരുമല്ലോ, അങ്ങനെയാണ്. അങ്ങനെ മണ്ണാറക്കോണം അങ്ങനെ എന്തോ പറയുന്ന സ്ഥലത്ത് നിന്നെന്തോ എല്ലാവരും കൂടെ വന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പിള്ളേർക്കൊരു സന്തോഷം ഇതെല്ലാം കാണുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു നിന്നു. നന്ദൂസിനും അബിക്കുട്ടനും ഇതുപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ മുട്ടായിയൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു. അങ്ങനെ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് അവർ പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.